أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فلما بلغ معه السعي قال يا بني إني أرى في المنام أني أذبحك فانظر ماذا ترى. قال يا أبت افعل ما تؤمر ستجدني إن شاء الله من الصابرين. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, സകല പ്രപഞ്ചങ്ങളും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഏകനായ അല്ലാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയമായി ജീവിതത്തിലെ വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായ എല്ലാ മേഖലകളിലും യഥാവിധി തഖ്വ പാലിക്കുവാൻ, യഥാർത്ഥ മുത്തഖികളായി ജീവിതം നയിക്കുവാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ ഇഹ പര ജീവിത വിജയം തഖ്വ ബോധവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. പടച്ച തമ്പുരാൻ അവൻ്റെ ഇഷ്ടദാസരിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി നീ തനിയെ ഞെട്ടറ്റു വീഴുക. എറിഞ്ഞു വീഴ്ത്തേണ്ട ബാല്യങ്ങളൊക്കെ മൊബൈലിൽ കളിക്കുകയാണ്. ഇനി നീ തനിയെ ഞെട്ടറ്റു വീഴുക. എറിഞ്ഞു വീഴ്ത്തേണ്ട ബാല്യങ്ങളൊക്കെ മൊബൈലിൽ കളിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്ക് പേജിൽ കണ്ട ഒരു വാചകമാണ്. ഇതിൻ്റെ കൂടെ ഒരു ചിത്രമുണ്ട്. നല്ല കരിമ്പച്ച നിറമുള്ള ഒരു കുല മാങ്ങ. അതിന് അടിക്കുറിപ്പായിട്ടാണ് ഈ വാചകം. ഇനി നീ തനിയെ ഞെട്ടറ്റു വീഴുക. എറിഞ്ഞു വീഴ്ത്തേണ്ട ബാല്യങ്ങളൊക്കെ മൊബൈലിൽ കളിക്കുകയാണ്. ശരിക്കും ആ മാങ്ങകൾ കണ്ടാൽ മുതിർന്ന തലമുറയ്ക്ക് ഗൃഹാതുരത്വത്തിൻ്റെ വല്ലാത്ത ഒരു പ്രലോഭനമുണ്ടാകും. ഇളം തലമുറയെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു വാചകം അതിലെഴുതിയത്. പക്ഷേ ആരും അത് കണ്ടതേയില്ല. മുതിർന്ന തലമുറയിൽ ചിലർ ഈ വാചകത്തിൻ്റെ താഴെ, ഈ പോസ്റ്റിൻ്റെ താഴെ ചില കമൻറ്റുകൾ ഇട്ടിട്ടുണ്ട്. അതിലൊന്ന് ഇങ്ങനെയാണ്: അവർ മാങ്ങ പറിക്കാനുള്ള ആപ്പ് ഗൂഗിളിൽ തിരയുകയായിരിക്കും എന്ന്. മറ്റൊരു കമൻറ്റ്: അങ്ങനെ പറയാൻ വരട്ടെ, പഴയ ഓർമ്മകളുമായി നമ്മൾ കുറച്ചു പേർ ഇവിടെ ഇരിപ്പുണ്ട് എന്നാണ്. മൂന്നാമതൊരു കമൻ്റ് ഉണ്ട്: മാങ്ങാക്കുല കണ്ടപ്പോൾ ഉപ്പും മുളകും ഓർമ്മ വന്നു, വായിൽ കപ്പലോട്ടാനുള്ള വെള്ളവും. ശരിക്കും ഈ പോസ്റ്റും കമൻറ്റുകളും ഏറെ സമകാലിക പ്രസക്തി ഉള്ളതാണ്. മാമ്പഴക്കാലമാണല്ലോ. പക്ഷേ ന്യൂജൻ എവിടെ പോയി? ആരും പ്രതികരിച്ചു കണ്ടില്ല. രണ്ട് തലമുറകളെ ശരിക്കും താരതമ്യം ചെയ്യാൻ കഴിയുന്ന സുന്ദരമായ ഒരു പോസ്റ്റാണിത്. നിങ്ങൾ പുതുതലമുറയുമായിട്ട് സംവദിക്കാറുണ്ടോ?
അവരോട് വർത്തമാനം പറയാറുണ്ടോ? അവരുടേതായ ഭാഷയിൽ നിങ്ങൾക്ക് അവരുമായി ആശയവിനിമയം സാധ്യമാകുന്നുണ്ടോ? തോറ്റുപോകും. വിജയിക്കുന്നവർ അപൂർവമായിരിക്കും. അവർ ഉപയോഗിക്കുന്ന ഇമോജികൾ പോലും ഒരുപക്ഷെ നിങ്ങൾക്ക് പരിചയമുണ്ടാകണമെന്നില്ല. കഴിഞ്ഞ തലമുറയിലെ രക്ഷിതാക്കള് നമ്മളാകുന്ന മക്കളോട് അവരുടെ പല സാഹസിക കൃത്യങ്ങളും പറഞ്ഞിട്ടുണ്ടാകും. ഞാൻ 10 കിലോമീറ്റർ കാൽനടയായി നടന്നിട്ടാണ് സ്കൂളിൽ പോയത്. അന്നത്തെ കാലത്ത് ഒരു രോഗിയെ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ ഒരുപാട് കാതങ്ങൾ കസേരയിൽ ചുമന്ന് കൊണ്ടുപോകേണ്ടിയിരുന്നു. മയ്യത്ത് കട്ടിലുമായിട്ട് എത്ര ദൂരമാണ് ഞങ്ങൾ നടന്നത്. ഒരു വറ്റുപോലുമില്ലാത്ത കഞ്ഞിവെള്ളം കുടിച്ച് ഞങ്ങൾ എത്ര നാളാണ് തള്ളി നീക്കിയത്. ഇങ്ങനെ പലതും നമ്മൾ കേട്ട് നമ്മുടെ രക്ഷിതാക്കൾ നമുക്ക് ഹീറോകളായി മാറിയിട്ടുണ്ട്. വാപ്പ അങ്ങനെ ചെയ്തത്, ഉമ്മ ഇങ്ങനെയാണ് ജീവിച്ചത്. നമ്മൾ അവരെ ഒരുപാട് അനുകരിച്ചിട്ടുണ്ട്. ഇന്നത്തെ മക്കളോട് നിങ്ങളുടെ ജീവിതാനുഭവങ്ങൾ ഒന്ന് പറഞ്ഞു നോക്കൂ. അവർ നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ഒറ്റ വാക്കിൽ ഒരു ചോദ്യം ഉന്നയിക്കും. എന്താ ചോദ്യം എന്നറിയാം? അയിന്. അതാണ് ചോദ്യം. അത് അറബി ഭാഷയിലെ ഒരക്ഷരമല്ല. അയിന് എന്ന് പറഞ്ഞാൽ അതിന് ഞങ്ങൾ എന്തു വേണം? നിങ്ങൾ സഹിച്ചത് സഹിച്ചു. ഞങ്ങളുടെ കാലത്ത് അത്തരം സഹനങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയുമില്ല. പിന്നെ എന്തിനാണ് ഇത്തരം കഷ്ടപ്പാടുകൾ ഞങ്ങളുടെ മുമ്പിൽ വിളമ്പുന്നത് എന്ന് അയിന് എന്നൊരു ചോദ്യം കൊണ്ട് അവർ നമ്മെ നേരിടും. ഇത് കേട്ടു നിൽക്കുന്ന വാപ്പ ഐസായി പോകും. ശരിക്കും എൻ്റെ കുട്ടി എവിടെയാണ്? അവനും ഞാനും തമ്മിൽ എങ്ങനെയാണ് എനിക്കൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുക എന്നോർത്ത് മാതാപിതാക്കൾ നിസ്സഹായരായി പോകുന്ന ഒരവസ്ഥ അതിലുണ്ട് എന്നതാണ്. പുതിയ കാലത്തെ നന്നായി തിരിച്ചറിയണം. യാഥാർത്ഥ്യബോധത്തോടെ തിരിച്ചറിയണം. നമ്മുടെ മക്കളുടെ മാനസികാവസ്ഥ, അവരുടെ ചിന്ത, അവരുടെ കാഴ്ചപ്പാട്, അവരുടെ സ്വപ്നങ്ങൾ എല്ലാം മറ്റൊരു ലോകത്തോടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. കുറ്റപ്പെടുത്തുകയല്ല, കുറ്റപ്പെടുത്താൻ പാടില്ല. ആ മക്കളെ ഒറ്റപ്പെടുത്താനും പാടില്ല. അവർ തീർച്ചയായും നമ്മുടെ മക്കളാണ്. പക്ഷെ അവർ ജീവിക്കുന്നത് നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിലല്ല എന്നതാണ്. നമ്മൾ പണ്ട് ചില യുഗങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചില്ലേ? ശിലായുഗം, ലോഹയുഗം, യന്ത്രയുഗം. നമ്മുടെ മക്കൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഡിജിറ്റൽ ഏജിലാണ്, അല്ലെങ്കിൽ സ്ക്രീൻ ഏജിലാണ് മക്കൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഡിജിറ്റൽ യുഗം എന്ന വേറിട്ട ഒരു യുഗത്തിലാണ്. നമ്മളും അതിൻ്റെ പിന്നാലെ തന്നെയാണ് സഞ്ചരിക്കുന്നത്. നമ്മൾ ബില്ലടക്കുന്നത്, സാധനം വാങ്ങിക്കുന്നത്, വിശക്കുമ്പോൾ രുചികരമായ ഭക്ഷണം തേടുന്നത് എല്ലാം ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെയാണ്. പക്ഷെ നമ്മുടെ മക്കൾ നമുക്ക് പാഞ്ഞെത്താൻ കഴിയാത്ത വിദൂരങ്ങളിലൂടെയാണ് അതേ വഴിയിൽ സഞ്ചരിക്കുന്നത് എന്ന് മനസ്സിലാവും. ഈ കാലത്തിൻ്റെ പ്രത്യേകത വേഗതയാണ്. അതിവേഗമാണ് ലോകം മുന്നോട്ട് കുതിച്ചുകൊണ്ടേയിരിക്കുന്നത്. അങ്ങനെയാണല്ലോ അനുഭവപ്പെടുന്നത്. പുറമെ സംഭവിക്കുന്നതിലും വേഗത്തിലാണ് മനുഷ്യൻ്റെ അകത്ത് മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. പുറമെ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. അതിവേഗം ഭൗതികമായ പുരോഗതിയും വികസനങ്ങളും ഡിജിറ്റൽ വൽക്കരണങ്ങളും ഒക്കെ സംഭവിക്കുകയാണ്. പക്ഷേ ഒരിടത്തിരിക്കുന്ന, ഒരുപക്ഷെ കുനിഞ്ഞിരിക്കുന്ന ഒരാളുടെ അകത്ത് സംഭവിക്കുന്ന മാറ്റങ്ങളുണ്ടല്ലോ, അത് അതിവേഗത്തിലാണ്
സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഈ കാലത്തോടൊപ്പം ഓടിയെത്താൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ വല്ലാതെ കിതച്ചു പോകും എന്ന് മനസ്സിലാക്കണം. നമ്മൾ പുതിയ തലമുറയെക്കുറിച്ച് പലതും പറയാറുണ്ട്. വൈകാരികത ചോർന്നു പോയ തലമുറ. കാരണം എന്താണ്? എന്തെങ്കിലും കണ്ടാൽ കേട്ടാൽ പ്രത്യേകിച്ച് പ്രതികരണങ്ങളൊന്നുമില്ല. പഹൽഗാമില് 28 പേർ കൊല്ലപ്പെട്ടു അത്രേ. ന്യൂജൻ പ്രതികരിച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇൻസ്റ്റയിലോ അതല്ലെങ്കിൽ അവരുടെ സങ്കേതങ്ങളിൽ എവിടെയെങ്കിലും. അവർ അതൊക്കെ ഉൾക്കൊണ്ടിരിക്കുന്നവരാണ്. കാരണം അവർ ഗെയിമുകളിലൂടെ നിരന്തരം കൊല്ലലും കൊല്ലപ്പെടലും കണ്ടുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിന് എന്ന അതേ ചോദ്യം മക്കൾ അവിടെയും ചോദിച്ചെന്നിരിക്കും അല്ലേ? അങ്ങനെ ഒരുപക്ഷെ അവര് വൈകാരികത ചോർന്നു പോയവരാണോ എന്ന് നമുക്ക് തോന്നും. സാമൂഹിക ബന്ധങ്ങളിൽ നിന്ന് നമ്മുടെ മക്കൾ അകലങ്ങളിലായി പോകുന്നുണ്ടോ? അത് മറ്റൊരു വിഷയമാണ്. അവർ വഖഫ് പ്രശ്നത്തോട് പ്രതികരിച്ചോ? അവര് ഏക സിവിൽ കോഡ് സംബന്ധമായ ചർച്ചകളിൽ ഏർപ്പെടുന്നുണ്ടോ? ആലോചിക്കേണ്ടതാണ്. അവര് ഡിവൈസ് ഫ്രണ്ട്ലി ആയിരിക്കുന്നു. ഒരു യന്ത്രത്തോടൊപ്പം സഞ്ചരിക്കുന്ന അവസ്ഥയിൽ നെഞ്ചകത്ത് പേസ് മേക്കർ വെച്ച് ഹൃദയത്തെ മിടിപ്പിക്കുന്ന അവസ്ഥയില്ലേ എന്ന പോലെ മറ്റൊരു പേസ് മേക്കർ അവരുടെ മനസ്സിനെയൊക്കെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഒരുപക്ഷെ അനുഭവിക്കുന്നതല്ല അവർക്ക് യാഥാർത്ഥ്യമായി തോന്നുന്നത്, മറിച്ച് സ്ക്രീനിൽ തെളിയുന്നതാണ് അവർക്ക് യാഥാർത്ഥ്യമായിട്ട് തോന്നുന്നത്. അനുഭവ ലോകമുണ്ടല്ലോ. നമ്മൾ കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും പലപ്പോഴും അവർ സ്ക്രീനിലാണ്. ഭക്ഷണം ഒരു വഴിക്ക് അകത്തേക്ക് പോകുന്നു, പക്ഷേ സ്ക്രീനാകുന്ന യാഥാർത്ഥ്യത്തിൽ അവർ നോക്കിയിരിക്കുന്നു. അവർക്ക് നേരെ തന്നെയാണ് കഴുക കണ്ണുകളൊക്കെയും നിതാന്ത ജാഗ്രതയിൽ കാത്തിരിക്കുന്നത് എന്നും നമ്മൾ ഓർക്കണം. എന്തൊക്കെയോ അതിശയോക്തികൾ നിറഞ്ഞ സ്വപ്നലോകത്തായി പോകുന്നുണ്ടോ നമ്മുടെ മക്കള് അല്ലേ? ആലോചിക്കേണ്ടതാണ്. ആരാണ് അവരുടെ ഹീറോ? ആരെയാണ് അവർ അനുകരിച്ചു കൊണ്ടിരിക്കുന്നത്? ഒക്കെ അന്വേഷിക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ്. മക്കൾ വീട്ടിൽ സംസാരിക്കുന്നുണ്ടോ? സംസാരം കുറഞ്ഞു വരുന്നുണ്ടോ? ചെറുപ്പത്തിൽ വാപ്പയുടെയും ഉമ്മയുടെയും പിന്നാലെ വന്ന് നടന്ന് അതെന്താണ് ഇതെന്താണ് എന്ന് നിരന്തരം ചോദ്യങ്ങൾ ഉന്നയിച്ച മക്കൾ എപ്പോഴാണ് മൗനത്തിലേക്ക് ആണ്ടുപോയത്? ആലോചിക്കാറുണ്ടാവും. അവർ ഇന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നില്ലേ? സംശയങ്ങളില്ലേ അവർക്ക്? ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. പക്ഷെ അത് അധ്യാപകരോടല്ല, മാതാപിതാക്കളോടല്ല. അവർ ഗൂഗിളിനോട് ചോദിക്കുന്നു, ChatGPT-യോട് ചോദിക്കുന്നു. എത്ര പെട്ടെന്നാണ് ഉത്തരങ്ങൾ കിട്ടുന്നത്. കാത്തിരിപ്പ് ബോറൻ പരിപാടിയാണ് പുതിയ കാലത്ത്. നമ്മളൊരു ബസ്സിന് വേണ്ടി എത്രയാ കാത്തിരുന്നത്. പക്ഷേ ഇന്ന് എന്തിനു കാത്തിരിക്കണം? എല്ലാം സ്ക്രീനിൽ തെളിയുന്നുണ്ട്. കാത്തിരിപ്പുകൾ നഷ്ടപ്പെട്ടു പോയ, അതിൻ്റെ സ്വപ്നങ്ങളുടെ നിറം നഷ്ടപ്പെട്ടു പോയ, അങ്ങനെ കാത്തിരുന്ന് ചിന്തകളെ ആലോചനകളെ തീപിടിപ്പിച്ചു കൊണ്ടിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയൊന്നുമില്ലായിരിക്കുന്നു. മറിച്ച് അവർ വേഗതയോടൊപ്പം സഞ്ചരിക്കുകയാണ്. നമ്മൾ ചിലപ്പോൾ ഒരു പുതിയ ഡ്രസ്സിന് വേണ്ടി, ഒരു നല്ല വാച്ചിന് വേണ്ടി, ഒരു പുത്തൻ ചെരുപ്പിന് വേണ്ടി അടുത്ത പെരുന്നാൾ വരെ കാത്തിരുന്നിട്ടുണ്ടാവും. അതിൻ്റെ ഒരു സുഖം എന്ന് പറയുമ്പോഴും അടുത്ത പെരുന്നാൾ വരട്ടെ. അപ്പോൾ നമുക്ക് പിന്നെയും സ്വപ്നങ്ങൾ കുറയായി മനസ്സിനകത്ത്. നിങ്ങൾ ആ ഒരു സ്വപ്നത്തിൻ്റെ സുഖത്തെക്കുറിച്ച് പുതിയ തലമുറയോട് പറഞ്ഞു നോക്കൂ. അവർ പിന്നെയും പഴയ ചോദ്യം ചോദിക്കും, അതിന് ഞാനെന്ത് വേണം അല്ലേ? വല്ലാത്തൊരു ലോകമാണ്. ഇങ്ങനെ സ്വപ്നങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് തോന്നിപ്പോകും. അങ്ങനെയൊക്കെയാണ് അതിവേഗം സഞ്ചരിക്കുന്ന
ഈ ലോകത്തോട് എങ്ങനെ പ്രതികരിക്കണം? പെട്ടെന്ന് ഒരു മാങ്ങ കല്ലെടുത്തെറിഞ്ഞു വീഴ്ത്താനുള്ള സമയം പോലും മക്കളുടെ മനസ്സിലില്ല. അതുകൊണ്ടാണ് അവരങ്ങനെ മാമ്പഴക്കാലത്ത് മാഞ്ചുവട്ടിൽ കാറ്റിൽ വീഴുന്ന മാങ്ങയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കാത്തത്. വേണമെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്താൽ മാങ്ങ വീട്ടിലെത്തുമല്ലോ എന്നായിരിക്കും അവർ ഓർത്തുകൊണ്ടിരിക്കുന്നത്. നല്ലതാണ്. പക്ഷേ ചില അബദ്ധങ്ങളുണ്ട്. നമ്മുടെ മക്കളുടെ കയ്യാൽ അവർ കൂട്ടുകാർ തമ്മിലടിക്കുന്നു, അല്ലേ? ഉമ്മയ്ക്ക് നേരെ ഉമ്മയെ കൊന്നുകളയുന്ന മക്കൾ സംഭവിക്കുന്നു. എന്നിട്ട് എനിക്ക് ജന്മം നൽകിയതിനുള്ള മറുപടിയാണിത് എന്ന് പറഞ്ഞിട്ട് ഉമ്മയെ തല്ലിക്കൊല്ലുന്ന കുഞ്ഞ് പറയാണ്, എനിക്ക് ജന്മം നൽകിയതിനുള്ള പ്രതികാരമാണിത് എന്ന് പറഞ്ഞു പോകുന്നു. ഇങ്ങനെ വല്ലാത്ത ഒരു അസ്വസ്ഥഭരിതമായ ഒരു ജീവിതം അവരുടെ അകത്ത് തിളച്ചു മറിയുന്നുണ്ട്. അതാണ് പറഞ്ഞത്, പുറത്ത് സംഭവിക്കുന്ന മാറ്റങ്ങളെക്കാൾ അകത്താണ് അതിവേഗം മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്ന്. അതിവൈകാരികവും പ്രക്ഷുബ്ധവുമായ ഒരവസ്ഥയിലേക്ക് അവരുടെ മനസ്സുകൾ ചെന്നു വീഴുന്നുണ്ട് എന്നാലോചിക്കണം. അപ്പം അവർക്ക് മൊബൈൽ വേണം, അത് അപ്പോൾ കിട്ടിയേ പറ്റൂ എന്നുള്ളതാണ്. അല്ലെങ്കിൽ അവരെന്തും എറിഞ്ഞുടച്ചു കളയും, അല്ലെങ്കിൽ വീട് വിട്ടിറങ്ങും. ഇതെന്ത് വാപ്പയാണ് എന്ന് മുഖത്ത് നോക്കി ചോദിച്ചേക്കും, അല്ലേ? അസ്വസ്ഥമാവുകയാണോ? ബേജാറാവേണ്ടതില്ല. അല്ലാഹു ഖുർആനിൽ ഇത്തരം സാഹചര്യങ്ങൾ പറയുന്നുണ്ട്. വസ്ബിർ അലാ മാ അസാബക്. ഏത് സാഹചര്യത്തിലും, ഏത് മുസീബത്തുകളിലും, അപകടകരമായ ചുറ്റുപാടിലും, പ്രതിസന്ധികളിലും സബ്ർ കൈക്കൊള്ളൂ. മക്കളും ഉൾക്കൊള്ളേണ്ടത് അതാണ്. യഥാർത്ഥത്തിൽ നിങ്ങൾ സ്വപ്നലോകത്ത് സഞ്ചരിക്കുകയാണോ? സ്വപ്നങ്ങളിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരണം മക്കള്. ഫിക്ഷന്റെ ലോകത്ത് നിന്ന് റിയാലിറ്റിയുടെ ലോകത്തേക്ക് മക്കളെ ഇറക്കിക്കൊണ്ടുവരണം. അതാണ് പരിഹാരം. അവർ റൂമിനകത്തിരിക്കട്ടെ, വെയിൽ കൊള്ളണ്ടല്ലോ, സൂര്യതാപമേറ്റല്ലോ. വാപ്പയും ഉമ്മയും പറമ്പിലാണ്, കിളച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മക്കൾ അകത്തിരിക്കുകയാണ്. വാപ്പ കടയിലാണ്, മകൻ വീട്ടിലാണ്. അങ്ങനെ അല്ലല്ലോ നമ്മൾ വളർന്നത്. ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് ഈ ഒഴിവുകാലത്തെങ്കിലും മക്കളെ കൂട്ടിക്കൊണ്ടു പോകണം. അത് വളരെ പ്രധാനമാണ്. അല്പം ചൂട്, അല്പം കിതപ്പ്, അല്പം ക്ഷീണം എല്ലാം അനുഭവിച്ചറിയുന്ന ഒരു ലോകം അവർക്ക് മുമ്പിൽ ഉണ്ടാകണം. റീൽസിലാണ് മക്കള്. ഒരുപക്ഷെ 1-2 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള കുഞ്ഞു കുഞ്ഞു ദൃശ്യങ്ങൾ. പക്ഷെ അത് കളർഫുള്ളാണ്, കണ്ടു നിന്നു പോകും. അതിൽ പ്രത്യക്ഷപ്പെടുന്ന ആളുടെ മുഖഭാവം, അയാളുടെ ചിരി, അയാളുടെ വർത്തമാനം, മറ്റൊരു ലോകത്തെക്കുറിച്ചുള്ള അയാളുടെ സ്വപ്നങ്ങൾ പങ്കുവെക്കൽ എല്ലാം അങ്ങനെ ചിന്തിപ്പിക്കും. മക്കൾ ആലോചിക്കുന്നത്, ഓ, എൻ്റെ ജീവിതം എന്തൊരു ദാരിദ്ര്യത്തിലാണ്, എന്തൊരു കഷ്ടപ്പാടിലാണ്, എന്തുകൊണ്ട് എൻ്റെ മാതാപിതാക്കൾ ഇങ്ങനെയായിപ്പോയി. ഇത്തരം റീലുകൾ റിയൽ അല്ല എന്ന് മക്കളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. ഇതൊരു കളിപ്പാട്ടമാണ്, ഇത് ജീവിതമല്ല. ജീവിതം മറ്റൊന്നാണ്. ഉമ്മയുടെയും വാപ്പയുടെയും ജീവിതമാകുന്ന റീൽസ് മക്കളെ നിങ്ങളൊന്ന് കാണൂ, കേൾക്കൂ എന്ന നിലയിൽ അവരെ ജീവിതം അനുഭവിപ്പിക്കുവാനാണ് യഥാർത്ഥത്തിൽ നമുക്ക് സാധിക്കേണ്ടത് എന്നതാണ് പ്രധാനം. അതിന് മാതാപിതാക്കളാകുന്ന നമ്മൾ പുതിയ അറിവ് നേടിയേ പറ്റൂ. പഴയ കാലത്ത് എന്താണ് സിനിമ കണ്ടാൽ എന്ന് ഏതെങ്കിലും മക്കൾ വാപ്പയോട് ചോദിച്ചിട്ടുണ്ടാവോ? ആലോചിക്കുമ്പോൾ തന്നെ മുട്ട് വിറക്കും, അല്ലേ? അങ്ങനെയായിരുന്നു ഒരു കാലം. ഇനി അഥവാ ചോദിച്ചെന്നിരിക്കട്ടെ, വാപ്പ ഒറ്റ വാക്കിലൊരു മറുപടി പറയും, 2-3 അക്ഷരമുള്ളൊരു മറുപടി. ഹറാം എന്നൊരു വാക്കാണ്. ആ ഒരു വാക്ക് മതി മക്കൾക്ക്. പിന്നെ മക്കൾ ആ വഴിക്ക് തിരിയുന്നില്ല.
ഒരുപക്ഷെ വല്ല കുസൃതികളും വാപ്പയും ഉമ്മയും അറിയാതെ പിന്നാമ്പുറത്തുകൂടെ ഇറങ്ങിപ്പോയെങ്കിലായി. പക്ഷേ അവൻ പിടിക്കപ്പെട്ടിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ അവനൊരു കുറ്റവാളിയായി മുഖം താഴ്ത്തി വാപ്പയുടെ മുമ്പിൽ വന്നു നിൽക്കുന്നൊരു ചിത്രം ആലോചിച്ച് നോക്കൂ. പക്ഷെ ഇന്ന് നമ്മുടെ മക്കൾ നമ്മോട് ചോദിക്കുകയാണ്, സിനിമയെക്കുറിച്ച് എന്താണ് അഭിപ്രായം? സിനിമ കാണാമോ? തിയേറ്ററിൽ പോയി കാണാമോ? മക്കൾ ചോദിച്ചാൽ എന്തായിരിക്കും വാപ്പമാരെ, ഉമ്മമാരെ നിങ്ങളുടെ മറുപടി? ഹറാം എന്ന ഒറ്റ വാക്കിൽ നമ്മുടെ മക്കൾ തൃപ്തിപ്പെടുമോ? കാരണം ഇന്ന് സിനിമ പുറത്തല്ല, അകത്താണ് സിനിമ. പണ്ട് അങ്ങനെയല്ലല്ലോ. പണ്ട് സിനിമ പുറത്തായിരുന്നു അല്ലേ? പക്ഷേ ഇന്ന് അകത്താണ്, വീടിൻ്റെ അകത്താണ് ബിഗ് സ്ക്രീനുകൾ, അതുപോലെ സ്മോൾ സ്ക്രീനുകൾ. അതിൽ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ അങ്ങനെ ഒന്നും കയറി വരികയാണ്. ഓ, ഇതാണോ ഹറാമാണെന്നൊക്കെ പറഞ്ഞത് എന്നൊരു പക്ഷേ മക്കള് വീണ്ടും ചിരിച്ചുകൊണ്ട് അയിന് എന്ന് നമ്മളോട് ചോദിച്ചെന്നിരിക്കും. കണ്ടാൽ എന്താ കുഴപ്പം എന്ന അർത്ഥത്തിൽ മക്കൾ ചോദിച്ചെന്നിരിക്കും. അവിടെയാണ് കുറച്ചുകൂടി അവർക്ക് ബോധ്യപ്പെടുന്ന ഭാഷയിൽ ഉള്ള ഉത്തരങ്ങൾ നമ്മൾ ബോധ്യപ്പെടുത്തേണ്ടി വരുന്നത്. അതൊരു മാധ്യമമാണ്, അത് ആശയവിനിമയത്തിൻ്റെ ഒരു മാധ്യമമാണ്. പക്ഷേ തിരിച്ചറിവ് വേണം, വളരെ സെലക്റ്റീവ് ആകണം. എന്തും ഏതും കണ്ടിരിക്കുന്ന പ്രകൃതം ഉണ്ടാകരുത്. അത് കുറ്റവാസന മനുഷ്യനിൽ സൃഷ്ടിക്കുന്നുണ്ട്. ന്യൂജൻ തലമുറയെ ആകർഷിക്കുന്ന സ്ക്രീനുകൾ, സിനിമകൾ പലപ്പോഴും അത്തരത്തിലുള്ളതാണ്. അതല്ലെങ്കിൽ അതിമാനുഷരായ, ജീവിതത്തിൽ ഒരിക്കലും അനുകരിക്കാൻ കഴിയാത്ത എന്തൊക്കെയോ തരത്തിലുള്ള അത്ഭുത ജീവികളാണ് അതിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അത് അല്ലാഹു നിനക്ക് നൽകിയ ഏറ്റവും അമൂല്യമായ ആയുസ്സുണ്ടല്ലോ, ആ ആയുസ്സിൽ നിന്ന് 2-3 മണിക്കൂറുകൾ നശിപ്പിച്ചു കളയുന്ന ഒന്നാണ്. അതുകൊണ്ട് സൂക്ഷിക്കണം. അതിൽ അനുകരിക്കാവുന്നത്, നിനക്ക് ജീവിതത്തിൽ പകർത്താവുന്നത് ഒരുപക്ഷെ വല്ലതും കണ്ടേക്കും. അത് വളരെ അപൂർവമായിട്ടേ ഉണ്ടാകും. പക്ഷെ നിന്റെ മനസ്സിനെ സ്വാധീനിക്കാൻ പോകുന്നത് അതിലെ പൈശാചികമായ ദൃശ്യങ്ങളായിരിക്കും. ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പറ്റണം. ആഹാ, നീ പറഞ്ഞു സിനിമ കാണാൻ തുടങ്ങിയോ എന്ന് പറഞ്ഞ് കണ്ണുരുട്ടിയാലോ? അയിന് എന്ന് കുട്ടി തിരിച്ചിങ്ങോട്ട് ചോദിക്കും അല്ലേ? അതായിരിക്കും സംഭവിക്കാം. ഈ ഒരു നിസ്സഹായതയെ മാതാപിതാക്കൾ ബോധപൂർവം മറികടന്നേ പറ്റും. അതിനാവശ്യമായ അറിവ് മാതാപിതാക്കൾ ആർജിച്ചെടുത്തേ പറ്റും. പഴയതുപോലെ കണ്ണുരുട്ടി വടിയെടുത്ത് പീഡിപ്പിച്ച് കളയാം എന്ന് കരുതേണ്ടതില്ല. പഠിക്കണം, കാര്യങ്ങൾ മനസ്സിലാക്കണം, കൂടുതൽ തിരിച്ചറിവ് നേടണം. വഖഫ് സമരമുഖങ്ങളിൽ നമ്മൾ നമ്മുടെ മക്കളെ കൂടെ കൊണ്ടുപോയിട്ടുണ്ടോ? ഉണ്ടോ? അഥവാ പോലീസ് എങ്ങാൻ തല്ലിയാലോ അല്ലേ, അതുകൊണ്ട് അവൻ വീട്ടിലിരിക്കട്ടെ എന്ന് കരുതിയോ? ഗസയ്ക്ക് വേണ്ടിയുള്ള സമരമുഖങ്ങളിൽ നമ്മുടെ മക്കളുണ്ടോ? അതേപോലുള്ള മക്കളല്ലേ അവിടെ ഷഹാദത്ത് വരിച്ചു കൊണ്ടിരിക്കുന്നത്? ഒരുപക്ഷെ നമ്മളും അഭിമുഖീകരിക്കേണ്ടി വരാവുന്ന ഒരു സാഹചര്യത്തിൻ്റെ ഹോംവർക്കല്ലേ ഗസ? കാണിച്ചു കൊടുക്കണ്ടേ മക്കൾക്ക് എങ്ങനെയാണ് ഇത്തരം സാഹചര്യങ്ങളെ അതിജീവിക്കേണ്ടത് എന്നത്? കൂടെ കൂട്ടണം. നമ്മുടെ കയ്യും പിടിച്ച് പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ഒരു വാപ്പയെ നിങ്ങൾ ഓർക്കുന്നില്ലേ? ആ വാപ്പയായിട്ട് നമ്മൾ മക്കളുടെ കൈപിടിച്ച് പള്ളികളിലേക്ക് വരാറുണ്ടോ? ഒഴിവ് കാലത്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ആലോചിക്കേണ്ടതാണ്. വല്ലാത്ത മൗനം പൂണ്ട ഒരു അഗ്നിപർവ്വതമായിട്ട് നമ്മുടെ മക്കൾ ഒരു നാൾ പൊട്ടിത്തെറിക്കും വരെ കാത്തിരിക്കണോ? എന്തായിരിക്കും അവരുടെ മനസ്സ് ഗർഭം ധരിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള ആധിയിൽ കഴിച്ചു കൂട്ടണോ? മക്കൾ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ എൻ്റെ കുട്ടി അവൻ ഏറ്റവും വിശുദ്ധമായ നന്മയുള്ളതിന് വേണ്ടി മാത്രമേ
അവൻ്റെ കണ്ണും കാതും മനസ്സും ഉപയോഗിക്കുകയുള്ളൂ എന്ന് നമുക്ക് ഉറപ്പുവരുത്തിക്കൂടെ? ആ നിലക്കുള്ള ഒരാത്മബന്ധം നമ്മുടെ മക്കളുമായിട്ട് നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ കഴിയില്ലേ? അകന്നു പോകുന്നുണ്ടോ മക്കള്? നമ്മുടെ രക്തമാണ്, നമ്മുടെ മാത്രം രക്തമാണവർ. അവരുടെ കൈകാലുകൾ, അംഗവിക്ഷേപങ്ങൾ, അവരുടെ ശരീരഭാഷ ഒന്ന് മാറി നിന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നമ്മുടേത് മാത്രമാണ്. നമ്മൾ താരാട്ടിയ കുഞ്ഞാണ്. അതെത്ര വലുതായാലും നമ്മുടെ കുഞ്ഞാണ്. അതെങ്ങനെ കൈവിട്ടു പോകാനാണ്? തിരിച്ചു പിടിച്ചേ പറ്റൂ. അവൻ മറ്റേതോ ഒരു ലോകത്ത് ജീവിക്കേണ്ടവനല്ല, നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവേണ്ടവനാണ്. വിശുദ്ധ ഖുർആനിൽ ചില വാപ്പമാരെയും ചില മക്കളെയും കുറിച്ച് പറയുന്നുണ്ട്. ഒരു ഓൾഡ് ജൻ വാപ്പയും ഒരു ന്യൂ ജൻ മകനുമുണ്ട് ഖുർആനിൽ. ആ ഓൾഡ് ജൻ വാപ്പ ന്യൂ ജൻ മകനോടൊരു കാര്യം പറയാൻ, ഈ വാപ്പയുണ്ടല്ലോ വല്ലപ്പോഴും ഒരിക്കൽ വീട്ടിൽ വരുന്ന വാപ്പയാണ്. രാജ്യാന്തരങ്ങളിൽ സഞ്ചരിച്ച് അള്ളാഹുവിൻ്റെ ദീനിനെ പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ വല്ലപ്പോഴും ഒരിക്കൽ ലീവ് കിട്ടുമ്പോഴാണ് വീട്ടിൽ വരാം. പക്ഷെ ആ വാപ്പ കുട്ടി കൗമാരക്കാരനായപ്പോൾ വീട്ടിലേക്ക് വന്നിട്ട് അവൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് തൻ്റെ ഒരു സ്വപ്നം വിളിച്ചു പറഞ്ഞു. യാ ബനയ്യ ഇന്നി അറാ ഫിൽ മനാം അന്നി അദ്ബഹുക ഫൻദുർ മാദാ തറാ. പൊന്നാര മോനെ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്നെ ബലി നൽകണം എന്ന് ഞാൻ സ്വപ്നം കണ്ടിരിക്കുന്നു. ഫൻദുർ മാദാ തറാ, എന്താണ് നിന്റെ അഭിപ്രായം? പറഞ്ഞാലും ആലോചിച്ച് പറഞ്ഞാൽ മതി. മോനോട് പറയാണ്. ആ മോൻ എന്താ പറഞ്ഞത്? അതിന് എന്ന് തിരിച്ചു ചോദിച്ചോ? ഈ വാപ്പ രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ദുസ്വപ്നം കണ്ട് ഞെട്ടി ഉണർന്നതിന് ഞാൻ എൻ്റെ ജീവൻ കളയാനോ എന്നല്ലല്ലോ ചോദിച്ചത്. യാ അബതി ഫഅൽ മാ തുഅ്മർ, വന്യപിതാവേ കൽപ്പന സാക്ഷാത്കരിച്ചാലും സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, എന്നെ താങ്കൾക്ക് ഇൻഷാ അല്ലാഹ് സ്വർഗലോകത്ത് സാബിരീങ്ങളുടെ കൂട്ടത്തിൽ കണ്ടുമുട്ടാം. ഹജ്ജ് വരാൻ പോവാണ്. നമ്മൾ ഇനിയും ഉളഹിയ നിർവഹിക്കും അല്ലേ? എന്നിട്ട് ഒരുപാട് മാംസം ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഒരുപാട് നാൾ തിന്ന് തീർക്കും. പക്ഷേ ഈ ന്യൂജൻ കുട്ടിയുടെ മറുപടി നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? യാ അബതി ഫഅൽ മാ തുഅ്മർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. നമ്മുടെ മക്കൾ അങ്ങനെ ഒരു മറുപടി പറയാം? ആലോചിച്ച് നോക്ക്. ഖുർആനിൽ ഒരു ന്യൂജൻ കുട്ടിയും ഒരു ഓൾഡ് ജൻ വാപ്പയുമുണ്ട്. ആ ന്യൂജൻ കുട്ടി അവൻ കണ്ട സ്വപ്നം വാപ്പയുമായിട്ട് പങ്കുവെക്കാൻ. എന്തായിരുന്നു സ്വപ്നം? യാ അബതി ഇന്നി റഅയ്തു അഹദ അശറ കൗകബൻ വശംസ വൽ ഖമർ റഅയ്തുഹും ലി സാജിദീൻ. വാപ്പ, ഞാനൊരു സ്വപ്നം കണ്ടു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എനിക്ക് സുജൂദ് ചെയ്യുന്നതായിട്ട്. അതൊരു ന്യൂജൻ വർത്തമാനായിരുന്നു ശരിക്കും. എൻ്റെ കുട്ടിക്ക് എന്തു പറ്റി എന്ന് ആ വാപ്പ ആലോചിക്കുന്നില്ല. കാരണം രണ്ടുപേരുടെയും ഈമാനികമായ വേവ് ലെങ്ത് ഒരേപോലെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. വാപ്പയ്ക്ക് പെട്ടെന്ന് പിടികിട്ടി. വാപ്പ മോനോട് പറയാൻ, മോനെ നീ ഇത് നിൻ്റെ ഇക്കാക്കന്മാരോടൊന്നും പറയണ്ട കേട്ടോ. അതെ, നീ പ്രവാചകനാകാൻ പോവാണ്. നിനക്ക് അല്ലാഹു തആല സ്വപ്നവ്യാഖ്യാന സിദ്ധി നൽകി അനുഗ്രഹിക്കും. ആ കുട്ടിയുടെ മനസ്സിലുണ്ടായ സ്വപ്നം, ആ കുട്ടി കണ്ട സ്വപ്നം, ആ വാപ്പ അതിൻ്റെ നിർവചനങ്ങൾ പറഞ്ഞു കൊടുക്കാൻ. ഇവിടെ ഭാഷയ്ക്കും കാലത്തിനും ജനറേഷനും ഒന്നും പ്രസക്തിയില്ല എന്നതാണ്. അള്ളാഹുവിൻ്റെ ദീൻ ഉൾക്കൊള്ളുന്നയിടത്ത് ജനറേഷൻ ഗ്യാപ്പ് എന്ന ഒരു ഗ്യാപ്പ് ഇല്ല. അതാണ് ഖുർആൻ പറഞ്ഞു തരുന്നത്. വാപ്പ കണ്ട സ്വപ്നം മകൻ സാക്ഷാത്കരിക്കുന്നു, മകൻ കണ്ട സ്വപ്നത്തെ വാപ്പ വ്യാഖ്യാനിക്കുന്നു. യാ ബുനയ്യ എന്ന് വിളിച്ചുകൊണ്ട്, യാ അബത്തി
ആദരവിൻ്റെ എല്ലാ തലങ്ങളും ഉൾക്കൊള്ളുന്ന പ്രയോഗമാണ് അല്ലേ? അതിനാൽ കാലത്തെ പഴിച്ച് ജനറേഷൻ ഗ്യാപ്പ് പറഞ്ഞ് നമുക്ക് നമ്മുടെ മക്കളെ നഷ്ടപ്പെടുത്തിക്കൂടാ. ചേർത്ത് പിടിക്കണം. ഒന്നുകൂടി വീട്ടിൽ ചെന്നിട്ട് മുഖത്തേക്ക് നോക്കണം. വാപ്പ സോഫയിൽ മൊബൈലുമായിട്ടിരിക്കുമ്പോൾ, ഉമ്മ സോഫയുടെ മറുതലക്കിലിരിക്കുമ്പോൾ, മകൻ ബെഡ്റൂമിലിരിക്കുമ്പോൾ അകലങ്ങൾ ഒരുപാട് ഉണ്ടാകുന്നുണ്ട്. ഇതെൻ്റെ മോൻ തന്നെയല്ലേ? ഒന്ന് ചേർത്ത് പിടിച്ച് നോക്ക്. നീ കൂടെ തന്നെ ഇല്ലേ? അകലെയൊന്നും പോയില്ലല്ലോ. നിൻ്റെ മനസ്സ്, നിൻ്റെ ചിന്ത, നിൻ്റെ സ്വപ്നങ്ങൾ നിൻ്റെ മാതാപിതാക്കളുടേത് തന്നെയാകണം. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. നാളെ സ്വർഗത്തിൽ നമുക്ക് ഒരുമിച്ച് കൂടണം എന്നൊന്ന് പറഞ്ഞാൽ എന്താണ് മക്കളോട്? അവർ അയിന് എന്ന് ചോദിക്കുമോ എന്ന് പേടി തോന്നുന്നുണ്ടോ? ആത്മവിശ്വാസത്തോടെ മക്കളെ ചേർത്ത് പിടിക്കേണ്ട കാലമാണ് ഒഴിവുകാലം. അല്ലാഹുവേ, അങ്ങനെ മാതൃകകളാകുന്ന മക്കളും മാതാപിതാക്കളുമായിട്ട് ഞങ്ങളെ സ്വർഗത്തോളം നീ ചേർത്ത് പിടിക്കണേ നാഥ.